10ാം ക്ലാസ് പൂർത്തിയാക്കി +1 പഠനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ, അതോ അത്തരമൊരു കുട്ടിയുടെ രക്ഷിതാവാണോ നിങ്ങൾ? There are some important decisions which can either make or break your higher studies and career. I would like to discuss some of these crucial pointers. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും തൊട്ടുമുന്നിലുള്ള പല ചാലഞ്ചുകളും സക്സസ്ഫുള്ളി ഓവർകം ചെയ്യാനും ഇത് നിങ്ങളെ സഹായിച്ചേക്കും. These pointers are equally valid and applicable for any 10th completing student in Indian context. So let me go with the first pointer. The first one is truly a psychological trap both for the student and the parent. 10 പൂർത്തിയാക്കുന്ന മിക്ക കുട്ടികളുടെയും ചോയ്സ് ഇക്കാലത്ത് +1 സയൻസ് ആണ്. പക്ഷേ ഈ തീരുമാനം തീർത്തും ശ്രദ്ധയോടെ എടുക്കേണ്ട ഒന്നാണ്. 2 സാധ്യതകൾ ഇവിടെയുണ്ട്. ഒന്ന്, അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ക്ലാസ്സിലെ ഹീറോ ഓർ ഹീറോയിൻ അവർ സയൻസ് എടുക്കുന്നു, അതുകൊണ്ട് ഞാനും സയൻസ് എടുക്കുന്നു. ദിസ് ഡിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ സം കൈൻഡ് ഓഫ് ഇമോഷണൽ ഡിപ്പെൻഡൻസി. 2, സയൻസിലും മാത്സിലും സാമാന്യം നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നു. ഇതിൽ ആദ്യ തീരുമാനം, there are strong chances that it might backfire on you. സാമാന്യം ഭേദപ്പെട്ട മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഇല്ലാത്തൊരു കുട്ടി +1 സയൻസ് എടുത്താൽ ആ തീരുമാനം ജീവിതത്തിലെ ഏറ്റവും മോശമായ തീരുമാനങ്ങളിൽ ഒന്നായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മാത്സിൽ പുറകിൽ നിൽക്കുന്നവരുടെ കാര്യമെടുത്താൽ again we can find 2 category of students. ഒരു വിഭാഗം മാത്തമാറ്റിക്കൽ ഇന്റലിജൻസിൽ തീർത്തും പുറകിലുള്ളവരാണ്. മാത്തമാറ്റിക്കൽ ലോജിക് ഈസ് നോട്ട് ദ കപ്പ് ഓഫ് ടീ ഫോർ ദീസ് സ്റ്റുഡൻസ്. ഇവരുടെ ക്രിയേറ്റിവിറ്റി, എക്സ്പെർട്ടൈസ്, സ്കിൽ സെറ്റ്സ് ഇതെല്ലാം മറ്റു പല മേഖലകളിലുമായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് തീർത്തും അനുയോജ്യമായ മറ്റു മേഖലകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇവരുടെ കാര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം. എന്നാൽ രണ്ടാമതൊരു വിഭാഗം മാത്സിൽ പുറകിലാകുന്നത് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ചെറിയ ക്ലാസ്സിൽ അവർക്ക് കൃത്യമായ അടിത്തറ കിട്ടാതെ പോയതുകൊണ്ടാണ്. ശക്തമായ ഫൗണ്ടേഷൻ ലഭിക്കുന്ന രീതിയിൽ മികച്ച ക്ലാസ്സുകൾ ലഭ്യമാക്കിയാൽ +1 മാത്സിലും ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലും മുന്നേറാൻ ഇക്കൂട്ടർക്ക് തീർച്ചയായും സാധിക്കും. +1 നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ചുരുക്കം.